ഹായ്, നിങ്ങൾ ആരെങ്കിലും റിട്ടയർമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഈ റിട്ടയർ ആയി കഴിയുമ്പം എങ്ങനെയായിരിക്കും എൻ്റെ എക്സ്പെൻസൊക്കെ? ഞാൻ എൻ്റെ പിള്ളേരെ ആശ്രയിക്കണോ? അതോ എനിക്ക് ഞാൻ ഇത്രയും നാൾ ഏൺ ചെയ്ത എനിക്ക് കിട്ടുന്ന സൂപ്പറിൽ നിന്ന് എൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് ഇതിൻ്റെ റൈറ്റ് ടൈം. നിങ്ങൾ ചിന്തിക്കണം. ഒരു 50 ഇയേഴ്സ് മുകളിലുള്ള ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ 50 വയസ്സിന് മുകളിലുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനും സൂപ്പറിനെ കുറിച്ചൊക്കെ നമ്മൾ തിങ്ക് ചെയ്യും, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന്? ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഒരിക്കലും അതുകൊണ്ട് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അൺലെസ് നമ്മൾ നമ്മുടെ പിള്ളേരെ ആശ്രയിക്കണം. അങ്ങനെ നമുക്ക് പിള്ളേരെ ആശ്രയിക്കാൻ താല്പര്യമില്ലാത്തല്ല, ബിക്കോസ് പിള്ളേർക്കും അവരുടേതായിട്ടുള്ള ചിലവുകളും വീട് വാങ്ങണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവർക്കും. അപ്പം അവരെ നമ്മൾ ആശ്രയിച്ച് അവർക്കൊരിക്കലും ഒരു ബേർഡൻ ആവരുത്. അതിന് പകരം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് താഴെ ഒരു ലേൺ മോർ ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ എല്ലാ ഇൻഫർമേഷനും കിട്ടും. എൻ്റെ പേര് ജാൻസി. ഞാനൊരു രജിസ്റ്റർഡ് നേഴ്സായിട്ട് അഡ്ലൈഡിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഫുൾ ടൈം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പമാണ് ഞാനൊരു ഓൺലൈൻ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു വൈഫാണ്, ഞാൻ 4 പിള്ളേരുടെ അമ്മയാണ്. അങ്ങനെ ഇരുന്ന എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിന് വേണ്ടിയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. സോ താഴെ കാണുന്ന ലേൺ മോർ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ എല്ലാ ഇൻഫർമേഷനും കിട്ടും. നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫ് തന്നെ ഇത് ബിൽഡ് ചെയ്യുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ ടുഡേ. ബൈ നൗ.